അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി പറഞ്ഞതനുസരിച്ചിട്ട് അവൻ്റെ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ഹോട്ടലിലേക്ക് വന്നിട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എത്തി സ്റ്റാൻലി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ കയറി വന്നോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ മേനൻ കയറി പോകേണ്ട മേലേക്ക്. സ്റ്റാൻലി ആണെങ്കിൽ വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ട് വന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ അനില എൻ്റെ മകളാണെന്ന്, എനിക്ക് ബാക്കിയുള്ള കഥകൾ മുഴുവൻ അറിയണമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനോട്. ബാലചന്ദ്രൻ പറയുന്നത് അതിന് മുന്നേ എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ എന്തുകൊണ്ട് വൈജ ഗർഭിണിയായി എന്ന് അറിഞ്ഞിട്ട് പിന്നെ അവളെ തെരഞ്ഞു പോവാത്തെന്നൊക്കെ ചോദിക്കട്ടെ. ഞാൻ 2-3 വട്ടം തെരഞ്ഞു പോയതാണ്. ആദ്യത്തെ വട്ടം അവളെ കാണിച്ചു തന്നില്ല, പിന്നത്തെ വട്ടം എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു, എനിക്ക് അവളെ കാണിച്ചു തന്നെ തന്നില്ല. പിന്നെ എനിക്ക് ബൈക്ക് ആക്സിഡൻ്റ് ആയി, ഞാൻ 2-3 മാസം കോമയിലായിരുന്നു. പിന്നെ അത് റിക്കവറായി വരുമ്പോഴേക്കും അവളെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ അനിയൻ ആൽബി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേപോലെ അപ്പോൾ എൻ്റെ മകളാണ് അലീന, നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലി. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കഥകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജ പ്രസവിച്ചതും ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് വൈജ അറിയാതെ അനാഥാലയത്തിലാക്കിയതും കുഞ്ഞിരാമ മേനോൻ അവസാനം ബ്രിജിത്ത അമ്മ മരിക്കാറായപ്പോൾ ബ്രിജിത്ത അമ്മ കുഞ്ഞിരാമ മേനോനെ കാണാൻ വന്നതും അങ്ങനെ കുഞ്ഞിരാമൻ മേനോൻ പണിക്കായിട്ട് നമ്മുടെ അനിയനെ കൊണ്ടുവന്നതും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയോട്. എന്തായാലും നമ്മളെ സ്റ്റാൻലി ഇതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, അവളവിടേക്ക് പണിക്ക് വന്നു ശരി, പക്ഷെ നിങ്ങളെങ്ങനെ ആ വൈജയുടെ മകളാന്ന് അറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളുടെ ഫോൺ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, എനിക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ തെളിയിക്കാൻ വേണ്ടി ഞാൻ ഊട്ടിയിലേക്ക് ചെന്നു. എന്നിട്ട് ഗംഗേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി, ഗംഗേട്ടനൊന്നും എതിർത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലായി വൈജയുടെ മകളാണ് അലീന എന്ന് മനസ്സിലായി. എന്തായാലും സ്റ്റാൻലി പറഞ്ഞു എനിക്ക് എൻ്റെ മകളെ ഒരു നോക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മളെ ഗോവർദ്ധന അലീൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അലീൻ്റെ അടുത്ത് എത്തിയിട്ട് ബാലേട്ട എവിടെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പോയല്ലോ, അച്ഛൻ പക്ഷേ ഈ ഓഫീസ് ബാഗ് മറന്നു വെച്ച് പോയി, ഞാൻ അച്ഛനാണ് തിരിച്ച് വന്നിട്ട് ഞാനിത് എടുത്തിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ഗോവർദ്ധന ഞാൻ ഒരു മിനിറ്റ് ബാലേട്ടനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഹോട്ടലിലാണ്, നീ വേഗം ഇങ്ങോട്ട് വായോ. എങ്ങോട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ ബാലേട്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഹോട്ടലിലാണെന്ന് അലീനോട് പറയേണ്ട, ഞാൻ ഓഫീസിലാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ ഗോവർദ്ധനം വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ബാഗ് മറന്നിട്ട് വീണ്ടും കാർ കയറുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്കിൾ ഏതാ ബാഗ് വീണ്ടും മറന്നു, എന്താ അങ്കിൾക്ക് ഒരു ടെൻഷൻ എന്നെ കാണുമ്പോൾ. അപ്പം ചോദിക്കട്ടെ, എനിക്കൊരു ടെൻഷനും ഇല്ല, ബാലേട്ടന് കൃത്യസമയത്ത് എത്തണം, അത് എത്താത്തതുകൊണ്ടുള്ള ടെൻഷനാണെന്ന് പറയുന്നത്. എന്തൊക്കെയോ അലീനയ്ക്ക് ഒരു പന്തികേട് മനസ്സിലാവുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.